ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാഷീൽഡ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാനാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു മിനറൽ സൺസ്ക്രീൻ ആണ്. മിനറൽ സൺസ്ക്രീൻസ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് വൈറ്റ് കാസ്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷനും കൂടുതലായിരിക്കും. എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇത് ഡെർമാറ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ലാഷീൽഡ് എക്സ്പേർട്ട് അർബൻ പ്രൊട്ടക്ട്സ് എന്ന് പറഞ്ഞ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് പൊല്യൂഷൻ പ്രൊട്ടക്ഷൻ കൂടി തരുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഈ സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ അത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ ദാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വിയർക്കുമ്പോൾ അങ്ങനെ ഒലിച്ചു പോവുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ബാക്കി മിനറൽ സൺസ്ക്രീൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിലി ബ്ലെൻഡ് ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് സേഫ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. കെമിക്കൽ സൺസ്ക്രീൻസിന്റെ ഒരു കുഴപ്പം പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ഹോർമോൺസിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെയാണ്. നമ്മൾ നന്നായിട്ട് ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ അതൊന്നും ഭയങ്കരമായിട്ട് നീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടുതലും കെമിക്കൽ സൺസ്ക്രീൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൺസ്ക്രീൻ ആൽക്കഹോൾ ഫ്രീ ആൻഡ് പാരബൻ ഫ്രീയുമാണ്. പിന്നെ ഇത് സ്വെറ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ടാനും ആവുന്നില്ല കേട്ടോ. ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.